ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റർ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ കേരള എക്കണോമി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതാണ്. PCI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം ആണ്. നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് സൂചിപ്പിച്ചിരുന്നു ആളോഹരി വരുമാനം എന്നുള്ളത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ആളോഹരി വരുമാനം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നൊരു കൺസെപ്റ്റ് GSVA ആണ്. GSVA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എന്നുള്ളതാണ്. ഓക്കെ, ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പണപ്പെരുപ്പം, നമ്മുടെ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്ന ആ ഒരു അവസ്ഥ, പണപ്പെരുപ്പത്തിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ വേജസ് ആൻഡ് പാരിറ്റി ഇൻഡെക്സ്. വേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേതനം എന്നുള്ളതാണ്. പാരിറ്റി എന്ന് പറയുമ്പോൾ പാരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യതയാണ്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പലതരത്തിലുള്ള തുല്യത ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റി ആവാം, അല്ലെങ്കിൽ പർച്ചേസിങ് പവർ, പലതരത്തിലുള്ള പാരിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള തുല്യതയെ കാണിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ചില സൂചികകളുണ്ട്. ഓക്കെ, നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ പർച്ചേസിങ് പാരിറ്റി ഇൻഡെക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില പാരിറ്റി ഇൻഡെക്സുകൾ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് കേരളാസ് ഹൈ പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, PCI എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും പഠിച്ചു പോകുമ്പോഴത്തേനും നമുക്ക് അതിൽ വന്നിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, ടേംസ് ഒക്കെ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആളോഹരി വരുമാനം എന്നുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒക്കെ ഗ്രോത്തിനെയും എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ കാണിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഷറാണ്. ഓക്കെ, അപ്പോ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഓരോ ആളുകളുടെയും വരുമാനത്തിന്റെ ഇൻകം ലെവലിനെയൊക്കെ കാണിക്കുന്ന ഒരു മെഷറാണ്. അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ഇൻകം, ഒരു നമ്മള് സെലക്ട് ചെയ്യുന്ന ഏരിയയുടെ ടോട്ടൽ ഇൻകം ഓഫ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ, ടോട്ടൽ ഇൻകം ഓഫ് ഏരിയ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ആ ഏരിയയിലെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇൻകത്തെയും വരുമാനത്തെ ഒക്കെ കാണിക്കുന്ന, ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ഒക്കെ കാണിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഷറാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് കേരളാസ് ഹൈ പെർ ക്യാപിറ്റ ഇൻകം. നമുക്കറിയാം കേരളത്തിന് വളരെ മറ്റുള്ള സ്റ്റേറ്റുകളെ സംബന്ധിച്ച്, മറ്റുള്ള സ്റ്റേറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് കാരണത്താലാണ് കേരളത്തിന്റെ ഹൈ പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഹൈ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. എ എന്ന് പറയുന്നത് വ്യവസായവൽക്കരണം, വളരെ വലിയ തോതിലുള്ള വ്യവസായവൽക്കരണം എന്നുള്ളതാണ്. ബി സിഗ്നിഫിക്കന്റ് റെമിറ്റൻസസ് ഫ്രോം അബ്രോഡ്. ഓക്കെ, ഫോറിൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വരുമാനം, അതാണ് ഓപ്ഷൻ ബി കാണിക്കുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ലാർജ് മിനറൽ റിസോഴ്സസ് ആണ്. മിനറൽ ആയിട്ടുള്ള മിനറൽസിന്റെ ഒക്കെ ഡിപ്പോസിറ്റുകളും റിസോഴ്സസും ഒക്കെ കാരണമാണെന്ന് ഓപ്ഷൻ സി പറയുന്നു. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ആണ്. നമുക്കറിയാം കേരളം ഒരു അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള സാധനങ്ങളുടെ കയറ്റുമതി കാരണമാണ് എന്നും ഓപ്ഷൻ ഡി പറയുന്നു. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് റെമിറ്റൻസസ് ഫ്രം അബ്രോഡ് ആണ്. ഓക്കെ,
പുറത്തെ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന വരുമാനം, വലിയ തോതിലുള്ള ഇൻകം, ഫോറിൻ മണിയൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ചില ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറയുമ്പോൾ കോഴിക്കോട്, മലപ്പുറം ഒക്കെ പോലെയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഗൾഫ് മണിയുടെ വളരെ വലിയ അളവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ റെമിറ്റൻസുകളുടെ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു മണി ഫ്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകത്തെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്, സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഡിസ്ട്രിക്ട് ജനറലി റെക്കോർഡ് ദ ഹൈയസ്റ്റ് PCI ഇൻ കേരള? ഓക്കെ, ഇതൊക്കെ നമ്മൾ കറണ്ട് ഡേറ്റാസും ഒക്കെ വെച്ചിട്ട്, സ്റ്റാറ്റിക്സ് വെച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ PCI ഉള്ളത്? ഓക്കെ, ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഡിസ്ട്രിക്ട് ഏതാണ്? മലപ്പുറം, എറണാകുളം, വയനാട്, ഇടുക്കി. അപ്പൊ ഏത് ഡിസ്ട്രിക്റ്റിനാണ് ഏറ്റവും കൂടുതൽ PCI ഉള്ളതെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ളത് എറണാകുളത്തിനാണ്. ശരി ആൻസർ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എറണാകുളമാണ്. എറണാകുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബേസിസ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അല്ലെ. സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബേസിസ്, അതുപോലെ തന്നെ അർബനൈസ്ഡ് ആയിട്ടുള്ള നഗരങ്ങൾ കൂടുതലും ഒക്കെയുള്ള ഒരുപാട് സർവീസ് ആക്ടിവിറ്റീസും പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ് എറണാകുളം എന്ന് പറയുന്നത്. വളരെ അവിടുത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസിസ് തന്നെയാണ് അല്ലെ. വലിയ രീതിയിലുള്ള IT, നമ്മുടെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലൊക്കെ വന്നേക്കുന്ന ആ ബൂമൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്റ്റ് തന്നെയാണ് എറണാകുളം. എറണാകുളത്താണ് ഏറ്റവും ഹൈയസ്റ്റ് PCI കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് വേരിയേഷൻ ഇൻ PCI ഇൻ കേരള റിഫ്ലക്ട്. ഡിസ്ട്രിക്ട് വൈസ് വേരിയേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഉറപ്പായിട്ടും രാജ്യങ്ങൾ തമ്മിലായാലും സംസ്ഥാനങ്ങൾ തമ്മിലായാലും ഡിസ്ട്രിക്റ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ ചെറിയ പ്ലേസസ് തമ്മിൽ പോലും വരുമാനത്തിൽ ഒരുപാട് ഡിഫറൻസ് വരാറുണ്ട് അല്ലേ. അപ്പോ ആ ഒരു വേരിയേഷൻ, PCIയിലുള്ള പെർ ക്യാപിറ്റ ഇൻകത്തിലുള്ള വേരിയേഷൻ, ഡിസ്ട്രിക്റ്റുകളിൽ ആ ഒരു വേരിയേഷൻ എന്തിനെ കാണിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് യൂണിഫോം ഡെവലപ്മെന്റ് അക്രോസ് ഓൾ ഡിസ്ട്രിക്ട്. അപ്പോൾ ഓപ്ഷൻ എ കാണിക്കുന്നത് എന്താണ്? അത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കാണിക്കുന്നു എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് സർവീസസ് ഇൻ സെലക്ടഡ് ഡിസ്ട്രിക്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ ഇൻഡസ്ട്രീസിന്റെയും സർവീസസിന്റെയും ഒക്കെ ഓരോ ഡിസ്ട്രിക്റ്റുകളിലുള്ള ആ ഒരു ബേസിസിനെ, അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് റെമിറ്റൻസിനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, റെമിറ്റൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻകത്തിന്റെ ആ ഒരു ഫ്ലോയിനെയാണ്, അല്ലെങ്കിൽ മണിയുടെ ആ ഒരു ഫ്ലോയിനെയാണ്. അപ്പം അത് ആ റെമിറ്റൻസ് ഇല്ലാത്ത കാരണത്താലാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഹൈ ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ അലോൺ. ഓക്കെ, ഓപ്ഷൻ ഡി പറയുന്നത് അഗ്രികൾച്ചറിലെ ആ ഒരു ഡിപ്പെൻഡൻസിനെയാണ് കാണിക്കുന്നതെന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. അതായത് ഡിസ്ട്രിക്ട് വൈസ് വേരിയേഷൻ, PCIയിലുള്ള പെർ ക്യാപിറ്റ ഇൻകത്തിലുള്ള ജില്ലകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തിനെ കാണിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് സർവീസ് ഇൻ സെലക്ടഡ് ഡിസ്ട്രിക്ട്. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് വരാൻ കാരണം എന്താണ്? ഡിസ്ട്രിക്റ്റുകൾ തമ്മിലുള്ള, ജില്ലകൾ തമ്മിലുള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ ബേസിസിന്റെയും സർവീസസിന്റെയും ഒക്കെ ഡിഫറൻസ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു വേരിയേഷൻ കൊണ്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് പോലെയുള്ള ഡിസ്ട്രിക്റ്റുകൾ അവർക്ക് എന്തിൽ നിന്നും ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ടാവാം? ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്നും. ഇപ്പോൾ നമ്മുടെ ഇടുക്കി, വയനാട് പോലെയുള്ള
അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിസ്ട്രിക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം, എറണാകുളം ഒക്കെ പോലെയുള്ള ജില്ലകളുടെ പ്രത്യേകത എന്താണ്? അവിടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും വ്യാപാരം, ട്രേഡ് കാര്യങ്ങളും ഒക്കെ അവിടെ വലിയ തോതിൽ ഒരു ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ബേസിന്റെ ഒക്കെ ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ്, അതിന്റെ ഒരു കോൺസെൻട്രേഷനിലുള്ള ഒരു ഡിഫറൻസ് കൊണ്ടാണ് ഈ ജില്ലകൾ തമ്മിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. അല്ലെ PCIയുടെ കാര്യത്തിൽ, പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ വേരിയേഷൻ ഉള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്റ്റിംഗ്വിഷസ് PCI ഫ്രം പെർ ക്യാപിറ്റ NSDP? ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ടേംസ് കാണാനായിട്ട് സാധിക്കും. PCI നോർമൽ ആയിട്ടുള്ള PCI പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളതുകൊണ്ട് പെർ ക്യാപിറ്റ NSDP എന്നുള്ളതുണ്ട്. ഓക്കെ, NSDP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് PCI ഇൻക്ലൂഡ് റെമിറ്റൻസസ്, NSDP എക്സ്ക്ലൂഡ് ദം. ഓക്കെ, ഓപ്ഷൻ എ പറയുന്നത് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ്. ഓക്കെ, ഈ PCIയും പെർ ക്യാപിറ്റ NSDPയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് PCI ഇൻക്ലൂഡ് റെമിറ്റൻസ്. PCIയില് നമുക്ക് ഫോറിൻ മണിയുടെ റെമിറ്റൻസിനെ കാണാനായിട്ട് സാധിക്കും. NSDPയിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എ പറയുന്നത്. ഇനി ബി നോക്കുകയാണെങ്കിൽ PCI ഈസ് അറ്റ് കറന്റ് പ്രൈസസ്, NSDP ഈസ് അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്. ഓക്കെ, PCI എന്ന് പറയുന്നത് കറന്റ് പ്രൈസസിൽ നിലവിൽ മാർക്കറ്റിലുള്ള കറന്റ് പ്രൈസസിന്റെ ബേസിൽ അളക്കുന്നതാണെന്ന് പറയുന്നു. NSDP എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്ന പ്രൈസിന്റെ ബേസിസിലാണ് പറയുന്നതെന്നും ആണ് ഓപ്ഷൻ ബി കാണിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? PCI refers to average income, NSDP is overall state domestic product. ഓക്കെ, PCI എന്ന് പറയുന്നത് ശരാശരി വരുമാനത്തെ കാണിക്കുന്നു, എന്നാൽ NSDP എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദേ ആർ ഐഡന്റിക്കൽ മെഷേഴ്സ്. ഇവ രണ്ടും തുല്യമായിട്ടുള്ള മെഷേഴ്സ് ആണെന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കാം. അപ്പോൾ ഓപ്ഷൻസിന്റെ ആ ഒരു ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും PCI എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഇൻകത്തെ കാണിക്കുന്നതാണ് അല്ലെ. PCI എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം ആണ്. ഒരു ഏരിയയുടെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയുടെ വരുമാനത്തെ, ആവറേജ് വരുമാനത്തെ, ശരാശരി വരുമാനത്തെ കാണിക്കുന്ന ഒന്നാണ് PCI എന്ന് പറയുന്നത്. എന്നാൽ NSDP എന്താണ്? സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ, ഓവറോൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ കാണിക്കുന്ന ഒരു മെഷറാണ് NSDP. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ GSDP എന്ന് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള മറ്റൊരു മെഷറാണ് ഈ NSDPയും. രണ്ടും ഏകദേശം സെയിം കൺസെപ്റ്റ് ആണ്. NSDP എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റിന്റെ, ഇപ്പൊ കേരളത്തിന്റെ ആണെങ്കിൽ കേരളത്തിന്റെ ആ അതിർത്തിക്കുള്ളിൽ, ഓക്കെ, നമ്മൾ കാണുന്ന കേരളത്തിന്റെ മാപ്പ് ഉണ്ടല്ലോ, അപ്പൊ ആ കേരളത്തിന്റെ ആ അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ വാല്യൂവിനെയാണ് എന്ത് കാണിക്കുന്നത്? ഈ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള മെഷറാണ് എന്ത് കാണിക്കുന്നത്? NSDP കാണിക്കുന്നത്, നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാണിക്കുന്നത്. എന്നാൽ PCI എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വരുമാനത്തെ കാണിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ PCI ഈസ് പെർ പേഴ്സൺ ഇൻകം ആണ്. ഓക്കെ, PCI എന്ന് പറയുന്നത് എന്താണ്? ഓരോ ആളുകളുടെയും വരുമാനത്തെ കാണിക്കുന്ന ഒരു മെഷറാണ്. അതുകൊണ്ടാണ് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പെർ പേഴ്സൺ ആണ്. ഓക്കെ, ഓരോ ആളുകളുടെയും വരുമാനത്തെ കാണിക്കുന്നതാണ് PCI എന്ന് പറയുന്നത്. എന്നാൽ NSDP എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റിന്റെ മൊത്തത്തിലുള്ള, ടോട്ടൽ ആയിട്ടുള്ള, ഓവറോൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ മെഷറാണ് ഈ NSDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്.
ഹൈ PCI ഇൻ കേരള ഹാസ് കോയിൻസൈഡഡ് വിത്ത്. ഓക്കെ, കോയിൻസൈഡഡ് വിത്ത് എന്താണ്? കേരളത്തിന്റെ ഹൈ PCI നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം PCI ഉള്ള പെർ ക്യാപിറ്റ ഇൻകം ഉള്ളൊരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പൊ ഈ കേരളത്തിന്റെ ഈ ഹൈ പെർ ക്യാപിറ്റ ഇൻകത്തോട് കിടപിടിച്ച് അതിന്റെ കൂടെ തന്നെ നിൽക്കുന്ന മറ്റൊരു കാര്യം എന്താണ് എന്നുള്ളതാണ്, അതിന് ചലഞ്ചായിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കാനായിട്ടുള്ളത്. എ എന്ന് പറയുന്നത് ലോ ലിറ്ററസി റേറ്റ് ആണ്, ലോ ആയിട്ടുള്ള ലോ സാക്ഷരതയാണെന്ന് പറയുന്നു. ബി ഹൈ അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് പറയുന്നു, വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ. സി ഇൻഡസ്ട്രിയൽ ഡോമിനൻസ്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ആ ഒരു ഡോമിനൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. ഡി ലോ മൈഗ്രേഷൻ റേറ്റ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ലോ മൈഗ്രേഷൻ ആണെന്ന് പറയുന്നു. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഹൈ അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ്. ഓക്കെ, കേരളത്തിന്റെ കേരളം ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചലഞ്ച് ആണ് ഈ ഹൈ അൺഎംപ്ലോയ്മെന്റ്, വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന് ഹൈ PCI ഉണ്ടെങ്കിൽ കൂടി അതിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഹൈ അൺഎംപ്ലോയ്മെന്റ്. ആളോഹരി വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു പെർ പേഴ്സൺ ആണ്, ഓരോ ആളുകളുടെയും വരുമാനമാണെന്ന് പറഞ്ഞു. ആ വരുമാനം കൂടുതലാണെങ്കിൽ കൂടി കേരളത്തില് ഹൈ ആയിട്ടുള്ള രീതിയിൽ അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which sector contribute the maximum share to Kerala's GSVA across most district? Okay, GSVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ആണ്. ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ്. ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ തന്നെ ഈ GSDP ഒക്കെ പോലെ തന്നെ സ്റ്റേറ്റിന്റെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്തിനെ ഡെവലപ്മെന്റിനെ ഒക്കെ കാണിക്കുന്ന ഒരു മെഷറാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കെന്ന് പറഞ്ഞാൽ ഈ സെക്ടേഴ്സിൽ നമുക്കറിയാം 3 സെക്ടേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്. അപ്പൊ ഈ സെക്ടേഴ്സിൽ അല്ലെങ്കിൽ മറ്റ് സെക്ടേഴ്സ് അതിനോട് കൂടിയിട്ടുള്ള മറ്റ് സെക്ടേഴ്സിൽ ഏത് സെക്ടറാണ് GSVAയിലേക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ അഗ്രികൾച്ചർ, ബി ഇൻഡസ്ട്രി, സി സർവീസസ്, ഡി മൈനിങ്. ഓക്കെ, ഇനി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നിട്ട് ഏതാണ്? സർവീസ് സെക്ടർ ആണ് അല്ലെ. ഓക്കെ, സർവീസ് സെക്ടർ ആണ് GSVAയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സർവീസ് സെക്ടർ ഡോമിനേറ്റ് കേരള GSVA വിത്ത് ട്രേഡ്, ടൂറിസം, IT, ഫിനാൻഷ്യൽ സർവീസസ് ഡ്രൈവേഴ്സ്. ഓക്കെ, അപ്പോ സർവീസ് സെക്ടർ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സെക്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ട്രേഡും മറ്റ് സ്റ്റേറ്റുകളും മറ്റ് ഡിസ്ട്രിക്റ്റുകളുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡും അതുപോലെ തന്നെ ടൂറിസം, IT സെക്ടർ, ഫിനാൻഷ്യൽ സർവീസസ് എല്ലാ ഏരിയയിലും എടുത്തു നോക്കുമ്പോഴത്തേനും എന്താണ് പറയാ, സർവീസ് സെക്ടർ ആണ് GSVAയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഷെയർ കൊടുക്കുന്നത് സർവീസ് സെക്ടർ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിക്ട് ഹാസ് എ സ്ട്രോങ് പ്രൈമറി സെക്ടർ പ്രസന്റ് ഡ്യൂ ടു പ്ലാന്റേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്ലാന്റേഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ഡിസ്ട്രിക്ട് ക്വസ്റ്റ്യൻ വന്നിട്ട് ഏത് ഡിസ്ട്രിക്റ്റിനാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൈമറി സെക്ടർ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഗ്രികൾച്ചർ ആണ്. നമ്മുടെ എക്കണോമിയിലെ ഇപ്പം സമ്പദ് വ്യവസ്ഥയിൽ 3 സെക്ടേഴ്സ് കാണാനായിട്ട് സാധിക്കും. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്ഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും അലൈഡ് ആക്ടിവിറ്റീസും ആണ്, അഗ്രികൾച്ചറും അതിനോട് ചേർന്ന് വരുന്ന ആക്ടിവിറ്റീസും ആണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ്, വ്യാപാരം അല്ലെങ്കിൽ ആ ഒരു വ്യവസായ മേഖലയാണ്. തേർഡ് സർവീസ് സെക്ടർ ആണ്, സേവനങ്ങളുടെ ഇപ്പൊ ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, പ്രൊഫഷണൽസ് ഒക്കെ വരുന്നത് സർവീസ് സെക്ടറിലാണ്. അപ്പോൾ ഈ സെക്ടറിൽ പ്രൈമറി സെക്ടർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൈമറി സെക്ടർ ഉള്ള ഡിസ്ട്രിക്ട് ഏതാണ്? ഓക്കെ, എ ഇടുക്കിയാണ്, ബി ആലപ്പുഴ, സി എറണാകുളം, ഡി തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ആൻസർ നോക്കാം. ഇടുക്കിയാണ്, നമുക്കറിയാം അല്ലെ.
പ്ലാന്റേഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ തോട്ടവിളകള് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടുക്കി, വയനാട് ഈ 2 ഡിസ്ട്രിക്റ്റുകളിലാണ് ഈ തോട്ടവിളകൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അല്ലെ. ഇപ്പൊ ടീ, കാർഡമം അല്ലെങ്കിൽ എന്താണ് പറയാ പലതരത്തിലുള്ള സ്പൈസസ് എല്ലാം നമുക്ക് ഇടുക്കിയിൽ കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ തേയിലത്തോട്ടങ്ങളായാലും ഏലത്തോട്ടങ്ങളായാലും അതുപോലെ തന്നെ കാപ്പി, കുരുമുളക് ഇതെല്ലാം തോട്ടവിളകളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ പ്രൈമറി സെക്ടറിന്റെ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൈമറി സെക്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈ GSVA ഫ്രം ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ആക്ടിവിറ്റീസ് ഈസ് prominently. ഓക്കെ, ഹൈ GSVA ഫ്രം ട്രേഡ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ആക്ടിവിറ്റീസ് ഈസ് സീൻ prominently. ഈ ഒരു മേഖലകളിലൊക്കെ ഇപ്പൊ ഈ മെൻഷൻ ചെയ്ത മേഖലകൾ ട്രേഡ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ ഹൈ GSVA ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് കാണാൻ സാധിക്കുന്ന ജില്ല ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ എറണാകുളം, ബി കൊല്ലം, സി കാസർഗോഡ്, ഡി പത്തനംതിട്ട. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ആൻസർ എറണാകുളമാണ്. ഓക്കെ, എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബായിട്ട് പറയാൻ പറ്റുന്ന ഒരു ജില്ലയാണ് അല്ലെ. കേരളത്തിന്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അതിന് ട്രേഡ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് സെക്ടറിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് എറണാകുളം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓർത്തിരിക്കുക, ഗ്രോസ് സ്റ്റേറ്റ് GSVA എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് GSVA എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ആണ്. നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒരു കാണിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൂചിക, ഇൻഡിക്കേറ്റർ ആണ് GSVA എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ GSVAയുടെ കേസിൽ പറയുകയാണെങ്കിൽ ട്രേഡ് എന്ന് വെച്ചാൽ വ്യാപാരം, ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റോറേജ് സെക്ടർ, വെയർ ഹൗസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ സെക്ടേഴ്സിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യനിൽ തന്നെ GSVA എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ GSVA എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു സ്റ്റേറ്റില് ഒരു വർഷം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെയും വാല്യൂ തന്നെയാണ് GSVA എന്ന് പറയുന്നത്. അതിലൊരു ഡിഫറൻസ് ഉള്ളത് എന്താണ്? അതിൽ നിന്നും ഈ പ്രൊഡക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ടല്ലോ, അതായത് അസംസ്കൃത വസ്തുക്കൾ, അതിന്റെയൊക്കെ വാല്യൂസ് മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ GSVA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSVA എന്ന് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ആയിട്ടുള്ള ഗുഡ്സിന്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ വാല്യൂവിനെയാണ് GSVA എന്ന് പറയുന്നത്. അതിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്? അതിൽ യൂസ് ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഗുഡ്സിന്റെ വാല്യൂവിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ GSVA എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് GSVAനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ട്രിക്ട് GSVA കമ്പാരിസൺസ് ഇൻ കേരള ഹൈലൈറ്റ്. ഡിസ്ട്രിക്റ്റുകൾ തമ്മിൽ ഈ GSVAയുടെ കേസിൽ പറയുകയാണെങ്കിലും ഡിഫറൻസുകൾ ഉണ്ട് അല്ലെ. പല ഡിസ്ട്രിക്റ്റുകളിലും പലതരത്തിലുള്ള റേറ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ എന്തിനെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈവൻ ഗ്രോത്ത് അക്രോസ് ഡിസ്ട്രിക്ട്. ഈവൻ എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ടുള്ള ഗ്രോത്തിനെ കാണിക്കുന്നു എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. അപ്പൊ ആ ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണ് അല്ലെ. ഡിസ്ട്രിക്ട് ആയിട്ടുള്ള GSVAയിൽ കമ്പാരിസൺ ഡിസ്ട്രിക്റ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും പലതരത്തിലുള്ള GSVA കാണിക്കുമ്പോൾ അവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഷാർപ്പ് ഡിസ്പാരിറ്റീസ് ഇൻ സെക്ടറൽ കോമ്പോസിഷൻ. സെക്ടേഴ്സിന്റെ കോമ്പോസിഷനിലുള്ള ഡിഫറൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നതെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. സെക്ടേഴ്സിലുള്ള ഡിഫറൻസിനെ കാണിക്കുന്നു എന്ന് പറയുന്നു. ഓപ്ഷൻ സി
നെഗ്ലിജിബിൾ റോൾ ഓഫ് സർവീസസ്, സർവീസുകളുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത റോളിനെ കാണിക്കുന്നു എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി യൂണിഫോം അഗ്രികൾച്ചർ കോൺട്രിബ്യൂഷൻ, യൂണിഫോം ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ കോൺട്രിബ്യൂഷൻ ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇതില് നിന്നിട്ട് കറക്റ്റ് ആൻസർ നോക്കിയാണെങ്കിൽ എന്താണ്, ഷാർപ്പ് ഡിസ്പാരിറ്റീസ് ഇൻ സെക്ടറൽ കോമ്പോസിഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ സെക്ടേഴ്സ് തമ്മിൽ ഡിഫറൻസ്, സെക്ടറൽ കോമ്പോസിഷനിൽ ഓരോ ജില്ലയിലും സെക്ടേഴ്സിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കാരണമാണ് അവിടെ GSVAയിലും ഡിഫറൻസ് വരാൻ കാരണം നമുക്ക് പറയാനായിട്ട് സാധിക്കും. കേരളാസ് എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ കേരളാസ് GSVA വേരീസ് വൈഡ്ലി, പ്ലാന്റേഷൻ ഫോക്കസ് ഇൻ ഇടുക്കി വയനാട്, ട്രേഡ് ആൻഡ് ട്രേഡ് ഓർ IT ഇൻ എറണാകുളം തിരുവനന്തപുരം. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പല ജില്ലകളിലും പല തരത്തിലുള്ള സെക്ടറൽ കോമ്പോസിഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അല്ലെ. ഒരു ജില്ല അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു ജില്ല ഇൻഡസ്ട്രിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തില് പല ജില്ലകളിലും പല കോമ്പോസിഷൻ ആവുമ്പോൾ നമുക്ക് ഒരിക്കലും ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് GSVA കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. ഇടുക്കി വയനാട് ജില്ലകളൊക്കെ പ്ലാന്റേഷൻ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെങ്കിൽ എറണാകുളം തിരുവനന്തപുരം പോലെയുള്ള ജില്ലകൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ട്രേഡിന്, വ്യാപാരത്തിനും അതുപോലെ തന്നെ IT സെക്ടറിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ അവിടെ അവ തമ്മിലുള്ള ആ ജില്ലകളിൽ തമ്മിലുള്ള GSVAയിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ മെഷർ ഓഫ് GSVA ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ്, GSVA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട്? ഓക്കെ, ഓപ്ഷൻ എ ഇറ്റ് ഇഗ്നോർ സർവീസ് സെക്ടർ, സർവീസ് സെക്ടറിനെ ഇഗ്നോർ ചെയ്യുന്നു. ഓപ്ഷൻ ബി ഇറ്റ് മെഷേഴ്സ് ഡിസ്ട്രിക്ട് ലെവൽ സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇൻകം, ഇൻകത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഇൻകത്തിലേക്കുള്ള ഡിസ്ട്രിക്ട് ബേസ്ഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനെ കാണിക്കുന്നു. ഇനി ഓപ്ഷൻ സി ഇറ്റ് ഈസ് സെയിം എസ് PCAയോട് സെയിം ആണെന്ന് പറയുന്നു. ഡി ഇറ്റ് മെഷേഴ്സ് ഓൺലി അഗ്രികൾച്ചർ സെക്ടറിനെ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇറ്റ് മെഷേഴ്സ് ഡിസ്ട്രിക്ട് ലെവൽ സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇൻകം. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് GSVA എന്ന് പറയുന്നത്? ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്ന ആ ഒരു മെഷർ എന്തിനെ കാണിക്കുന്ന ഒന്നാണ്? ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഓരോ സെക്ടേഴ്സിന്റെയും കോൺട്രിബ്യൂഷനെ കാണിക്കുന്ന ഒരു മെഷർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് മെഷേഴ്സ് ഡിസ്ട്രിക്ട് ലെവൽ സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇൻകം. ഒരു സ്റ്റേറ്റിന്റെ വരുമാനത്തിലേക്ക് ഓരോ ജില്ലകളിലെയും ഓരോ സെക്ടേഴ്സും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു മെഷർ കൂടിയാണ് എന്ത്? GSVA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ജനറൽ ആയിട്ട് ഈ ഒരു സെക്ടറൽ കോൺട്രിബ്യൂഷനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഓരോ ജില്ലകളുടെയും സെക്ടറൽ കോൺട്രിബ്യൂഷൻ, ഓരോ സെക്ടേഴ്സും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന മെഷർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ അല്ലെ. GSVA ആണ്, ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Kerala's inflation trend in recent years have been shaped largely by. ഓക്കെ, ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം പണപ്പെരുപ്പം. ഓക്കെ, പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്ന ഒരവസ്ഥ, അതിന്റെയൊക്കെ പ്രൈസ് വർദ്ധിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വില കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിഫ്ലേഷൻ എന്ന് പറയും. അപ്പോ നമുക്കറിയാം ഇപ്പോ ഒക്കെ സാധനങ്ങളുടെയൊക്കെ നമ്മൾ ഓർഡിനറി ആയിട്ട് നമ്മുടെ ലൈഫിൽ കാണുകയാണ്, നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സാധനങ്ങളുടെയൊക്കെ വില വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ സാധനങ്ങളുടെയും വളരെ അധികം ആ ഒരു വില വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ ഈ ഒരു ഇപ്പൊ നിലവിൽ നമ്മൾ കാണുന്ന ആ ഒരു ഇൻഫ്ലേഷനിലുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ട്രെൻഡ് ഉണ്ടല്ലോ, അത് എന്തിനെ കാണിക്കുന്നു അല്ലെങ്കിൽ അത് എന്ത് കാരണത്താലാണ് ഓക്കെ വന്നിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഫ്ലക്ച്വേഷൻസ് ഇൻ ഫുഡ് ആൻഡ് ഫ്യൂവൽ പ്രൈസസ്. റീസെന്റ് ഇയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. കേരളാസ് ഇൻഫ്ലേഷൻ ട്രെൻഡ് ഇൻ റീസെന്റ് ഇയേഴ്സ് ഹാവ് ബീൻ ഷേപ്ഡ് ലാർജ്ലി ബൈ. കേരളത്തിലെ
ഈ നിലവിലുള്ള ഈ ഒരു ഇൻഫ്ലേഷൻ ട്രെൻഡ് എന്ത് കാരണത്താലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻ ഇൻ ഫുഡ് ആൻഡ് ഫ്യൂവൽ പ്രൈസസ്, ഫുഡ് ഐറ്റംസിന്റെയും ഭക്ഷ്യ സാധനങ്ങളുടെയും ഫ്യൂവലിന്റെയും ഇന്ധനത്തിന്റെയും വിലയിലുണ്ടായ ചേഞ്ചസ് കാരണമാണ് ഇൻഫ്ലേഷൻ ഉണ്ടായതെന്ന് പറയുന്നു. ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് വേരിയേഷൻ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് കിട്ടുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ ഉണ്ടല്ലോ, അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ ആ ഒരു ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ അതിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടാണെന്ന് പറയുന്നു. ലക്ഷറി ഗുഡ്സ് ഡിമാൻഡ്, ലക്ഷറി ഗുഡ്സിന്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവ് കൊണ്ടാണെന്ന് പറയുന്നു. റിയൽ എസ്റ്റേറ്റ് സ്പെക്കുലേഷൻ, റിയൽ എസ്റ്റേറ്റ് സ്പെക്കുലേഷൻ കാരണമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഊഹക്കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ബേസ്ഡ് ആയിട്ടാണ് ഇൻഫ്ലേഷൻ വന്നിട്ടുള്ളത് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്ന ഇൻഫ്ലേഷൻ എന്ത് കാരണത്താൽ വന്നിട്ടുള്ളതാണ്, ഫുഡ് ആൻഡ് ഫ്യൂവൽ പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ്. ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെ, അടിക്കടി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്, ചേഞ്ചസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫുഡിന്റെയും ഫ്യൂവൽ പ്രൈസസിന്റെയും ചേഞ്ചസ് കൊണ്ടാണ് കേരളത്തിൽ ഈ റീസെന്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ട്രെൻഡ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫുഡ് ആൻഡ് ഫ്യൂവൽ റിമൈൻ ദ കീ ഡ്രൈവേഴ്സ് ഓഫ് ഇൻഫ്ലേഷൻ കേരള ഗിവൺ ഹൈ കൺസംഷൻ ഡിപ്പെൻഡൻസ്. നമുക്കിപ്പോൾ ഫുഡിനെയും ഫ്യൂവലിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല, അല്ലെ. ഫുഡ് പ്രൈസസ് ഇനി എത്ര ഉയർന്നാലും ബേസിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മേടിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്യൂവൽ, ഇന്ധനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രൈസ് ഡിഫറൻസ് വന്നു കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്കത് മേടിക്കാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഫുഡിന്റെയും ഫ്യൂവലിന്റെയും പ്രൈസസിലുള്ള ഫ്ലക്ച്വേഷൻ ആണ് കേരളത്തിലെ ഇൻഫ്ലേഷനെ ലീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പ്രൈസ് ഇൻഡെക്സ് ഈസ് ജനറലി യൂസ്ഡ് ടു മെഷർ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള. അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും റീറ്റെയിൽ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൂചിക, ഇൻഡെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂചികയാണ്, ഒരു മെഷറാണ്. ഓക്കെ, പ്രൈസ് ഇൻഡെക്സ്, ഏത് പ്രൈസ് ഇൻഡെക്സ് ആണ് ഇന്ത്യയിലും കേരളത്തിലും റീറ്റെയിൽ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഏത് പ്രൈസ് ഇൻഡെക്സ് ആണ് ഇന്ത്യയിലും കേരളത്തിലും ഈ ഒരു പ്രൈസ് ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷനെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? എ WPI, ബി CPI, CIIP, ഡി GSDP ഡിഫ്ലേറ്റർ. ഓക്കെ, WPI എന്ന് പറയുന്നത് എന്താണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, WPIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. CPI എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. IIP എന്ന് പറയുന്നത് നമുക്കറിയാം, IIP എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇനി GSDP ഡിഫ്ലേറ്റർ നമുക്കറിയാം. GSDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് CPI ആണ്. ഓക്കെ, CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഫ്ലേഷനെ മെഷർ, റീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ മെഷർ എന്നുള്ളതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അത് കാണിക്കുന്നത് എന്താണ്? ഹൗസ് ഹോൾഡ് കോസ്റ്റ് ഓഫ് ലിവിങ്, ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ ഹൗസ് ഹോൾഡ്, ഓരോ വീടുകളുടെ ആ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് അത് കാണിക്കുന്നത്. ഓക്കെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് റീറ്റെയിൽ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ അടുത്ത ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.